ജനറേഷൻ തരംഗത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ അതിജീവിച്ച ഒരു സംവിധാനമാണ് അങ്ങ്. അല്ല, താങ്കളെ അതൊന്നും തെല്ലും ബാധിച്ചിട്ടില്ല. പക്ഷെ പലർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് മലയാളത്തിൽ. അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? രണ്ട് കാര്യമുണ്ട്. അതിലൊന്ന് എന്നെ ബാധിക്കാത്തതിന് കാര്യം വെച്ചാൽ ഞാൻ ഒരിക്കലും ട്രെൻഡ് എന്താണെന്ന് പറയുന്ന ഒരാളല്ല. കാരണം പലതരം ട്രെൻഡുകൾ ഉണ്ടായിരുന്ന സമയത്തും അവിടെ നിന്നൊക്കെ വഴിമാറി നടന്നിട്ടുള്ള ഒരാളാണ്. പുതിയ ട്രെൻഡുകൾ സെറ്റ് ചെയ്തതാണ് അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ താരാധിപത്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ സിനിമകൾ പരിശോധിച്ചോളൂ. ഈ സൂപ്പർ താരങ്ങളെയൊക്കെ സൂപ്പർ താരങ്ങളാക്കിയാൽ എൻ്റെ സിനിമയ്ക്ക് ഒരു പങ്കുമില്ല. മനസ്സിലായില്ലേ? ഞാൻ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, ഞാൻ ആ ട്രെൻഡിൻ്റെ പുറകെ പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ അവരെ സൂപ്പർ താരമാക്കാൻ എൻ്റെ സിനിമകൾ നിങ്ങൾക്ക് ഏതെങ്കിലും പേര് പറയാൻ പറ്റില്ല. ഞാൻ ആ സൂപ്പർ താരത്തെ ചിലപ്പോൾ നിഷേധിക്കുന്ന രീതിയിലുള്ള സിനിമകളിലൂടെയാണ് അവരെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ന്യൂ ജനറേഷൻ തൊട്ട് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ പുതിയ നടന്മാരെയൊക്കെ വെച്ചിട്ട് പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ ചെയ്ത സമയത്ത് ഈ പേരില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. ന്യൂ ജനറേഷൻ എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മലയാളത്തിൽ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ വിഗതകുമാരൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇഷ്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമയെ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ തീമാണ് വിഗതകുമാരൻ. അതിനു മുമ്പ് ഫാൽക്കെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പുരാണ കഥകളായിരുന്നു. അപ്പോൾ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ വിഗതകുമാരനാണ്. പിന്നെ ന്യൂസ് പേപ്പർ പോയി, അതൊരു ന്യൂ ജനറേഷൻ സിനിമ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.